മക്കയിലെ സഫാ മലയ്ക്ക് സമീപം ഭൂമി പ്രകമ്പനം കൊള്ളുന്നു. അവിടെ നിന്ന് മനുഷ്യരോട് സംസാരിക്കുന്ന ദാവത്തുൽ അർദ് പുറത്തു വരുന്നു. ഇത് മനുഷ്യർക്കുള്ള അവസാന മുന്നറിയിപ്പായി അള്ളാഹുവിന്റെ അടയാളമാണ്. അതിന്റെ ഒരു കൈയിൽ മൂസാ നബിയുടെ വടിയും മറുകൈയിൽ സുലൈമാൻ നബിയുടെ മുദ്രമോതിരവുമുണ്ട്. ആ ജീവി ജനക്കൂട്ടത്തിനിടയിലൂടെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അത് വിശ്വാസിയുടെ നെറ്റിയിൽ വടികൊണ്ട് തൊടുമ്പോൾ അവരുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. എന്നാൽ അവിശ്വാസിയുടെ മൂക്കിൽ മോതിരം കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ അവരുടെ മുഖം കരിക്കട്ട പോലെ കറുക്കുന്നു. ചന്തകളിലും വീടുകളിലും മനുഷ്യർ പരസ്പരം വിളിക്കുന്നത് ഹേ വിശ്വാസി, ഹേ അവിശ്വാസി എന്നായി മാറുന്നു. കാപട്യത്തിന്റെ മറ നീക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു പിന്നാലെ ആകാശത്തു നിന്ന് ദുഖാൻ അഥവാ പുക ഇറങ്ങിവന്ന് ലോകത്തെ മൂടുന്നു. സാങ്കേതിക വിദ്യകൾക്കൊന്നും ഇതിനെ തടയാൻ കഴിയില്ല. ആ ജീവി നിങ്ങളുടെ മുന്നിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നുപോകുന്നത് നിങ്ങൾ ശ്വാസമടക്കി നോക്കി നിൽക്കുന്നു. വിശ്വാസികളുടെ മുഖം പ്രകാശിക്കുമ്പോൾ സത്യനിഷേധികളുടെ മുഖം കരിക്കട്ട പോലെ കറുക്കുന്നു. ആ മുഖങ്ങൾ നോക്കൂ. എന്റെ സുഹൃത്ത്, അവന്റെ മുഖം ഇരുണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. എന്റെ പദവികളോ സ്വാധീനമോ ഈ കറുത്ത അടയാളത്തെ മായ്ക്കാൻ കഴിയില്ല. കുടുംബങ്ങൾ ചിന്നിച്ചിതറുന്നു. പക്ഷേ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വിഭാഗത്തിന് മാത്രം അല്ലാഹു ഒരു രഹസ്യ വഴിയൊരുക്കിയിട്ടുണ്ട്. ഭൂമിയിലെ ഭീകരതകൾ അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തന്റെ വിശ്വാസികൾക്ക് ആ മഹാവിനാശം കാണേണ്ടി വരരുത് എന്ന് കാരുണ്യവാനായ അല്ലാഹു നിശ്ചയിക്കുന്നു. ശ്വാസം മുട്ടിക്കുന്ന പുകയ്ക്കും അലർച്ചകൾക്കുമിടയിലേക്ക് യമനിന്റെ ഭാഗത്തുനിന്ന് ഒരു കാറ്റ് വീശി തുടങ്ങുന്നു. കസ്തൂരിയുടെ സുഗന്ധമുള്ള സ്വർഗീയമായ ഒരു മൃദുവായ കാറ്റ്. ഇത് വെറുമൊരു കാറ്റല്ല, തന്റെ പ്രിയപ്പെട്ട അടിമകളെ ചേർത്തണയ്ക്കാൻ പടച്ചതമ്പുരാൻ അയക്കുന്ന കാരുണ്യത്തിന്റെ തഴുകലാണ്. ഹൃദയത്തിൽ കടുകുമണിയോളം ഈമാനുള്ള ഓരോ സത്യവിശ്വാസിയെയും ആ കാറ്റ് സ്പർശിക്കുന്നു. പട്ടുതുണി പോലെ മൃദുവായ ആ സ്പർശനമേൽക്കുന്നതോടെ അവരുടെ എല്ലാ വേദനകളും ലോകത്തോടുള്ള ഭയവും മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നു. അവർ സമാധാനത്തോടെ കണ്ണടയ്ക്കുന്നു. ഒരു മധുര സ്വപ്നത്തിലേക്കെന്ന പോലെ അവർ ശാന്തമായി ഉറങ്ങുന്നു. ആ മൃദുവായ കാറ്റ് നിങ്ങളുടെ ശരീരത്തെ പട്ടുപോലെ തഴുകുന്നു. ആ സുഗന്ധം നിങ്ങളുടെ ഉള്ളിലേക്ക് പടരുന്നു. എന്തൊരു സമാധാനം! ഈ സുഗന്ധം സ്വർഗത്തിൻ്റേതാണോ? ഇത്രകാലം ഞാൻ ഭയന്ന മരണം ഇത്ര സുഖകരമാണോ? അല്ലാഹുവേ, നിന്റെ സമാഗമത്തിനായി ഞാൻ തയ്യാറാണ്. ഇന്നലെ വരെ ഞാൻ ഭയന്നിരുന്ന വിധിദിനം ഇന്നെന്നെ നിന്നെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു.